ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. റാഫി സ്മൃതിയിൽ അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയെക്കുറിച്ച് ഒരു ചിത്രീകരണം. याद न जाए बीते दिनों की, जाके न आए जो दिन, दिल क्यों बुलाए उन्हें, दिल क्यों बुलाए. ജൂലൈ 31 മുഹമ്മദ് റാഫിയുടെ ചരമവാർഷിക ദിനമാണ്. अकेले हैं चले आओ जहाँ हो, अकेले हैं चले आओ जहाँ हो, कहाँ आवाज दे तुमको, कहाँ हो, अकेले हैं चले आओ जहाँ हो. മുഹമ്മദ് റാഫി എന്ന ഗായകന് ഒരാമുഖം വേണ്ട. പാടി അനശ്വരമാക്കിയ 5000-ഓളം വരുന്ന ഗാനങ്ങളാണ് ഈ ഗായകനുള്ള ആമുഖങ്ങൾ. എത്രയോ തവണ കേട്ടിട്ടും മടുക്കാത്ത, ഓരോ കേൾവിയിലും പാട്ടിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്ന ആകർഷണ ശക്തിയുള്ള ആലാപന സൗകുമാര്യമാണ് മുഹമ്മദ് റാഫി. हमें दिल ढूंढता है, तुम्हें हम ढूंढते हैं, हमें दिल ढूंढता है. न अब मंजिल है कोई, न कोई रास्ता है, अकेले हैं चले आओ जहाँ हो, कहाँ आवाज दे तुमको, कहाँ हो, अकेले हैं. എത്രയെത്ര ഗാനങ്ങൾ. आंसू का हमारे गम न करो, वो बहते हैं तो बहने दो, मुझे तुमसे मोहब्बत हो गई है, मुझे पलकों की छाँव में रहने दो, एहसान तेरा होगा मुझ. എത്രയെത്ര ഭാവങ്ങൾ. बदन पे सितारे लपेटे हुए, ओ जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए. बदन पे सितारे लपेटे हुए, तो जान तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए. എത്രയെത്ര ഭാവപ്പകർച്ചകൾ. जुल्फों को गिरा लो गालों पर, मौसम की नजर न लगे, चश्मे बदू तेरी प्यारी प्यारी सूरत को, किसी की नजर न लगे, चश्मे बदू. എല്ലാം അത്രമേൽ പരിചിതം. मन रे तू काहे ना धीर धरे, वो निर्मोही मोह
റാഫിയുടെ സംഗീത ജീവിതത്തിലെ അപൂർവ ഗാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ചിത്രീകരണത്തിലേക്ക് സ്വാഗതം. इस जीवन की चढ़ती ढलती धूप को किसने बांधा, रंग पे किसने पहरे डाले, रूप को किसने बांधा, काहे ये जतन करे मन रे. 1944 ഗുൽ ബലോച്ച് എന്ന പഞ്ചാബി സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ടാണ് മുഹമ്മദ് റഫി ചലച്ചിത്ര പിന്നണി രംഗത്തെത്തുന്നത്. ഗാവോം കി ഗോരി എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു സമൂഹഗാനത്തിൽ മുഹമ്മദ് റഫി ശബ്ദം നൽകിയതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആ സിനിമ റിലീസാകുന്നത് 1945-ലാണ്. 1944 പേലെ ആപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ 3 ഗാനങ്ങളുമായാണ് ഈ ഗായകൻ ഹിന്ദി സിനിമയുടെ സംഗീത സാമ്രാജ്യത്തിലേക്ക് പദമൂന്നുന്നത്. ഈ ചിത്രത്തിലെ ഒരു സംഘഗാനത്തിലും 2 യുഗ്മഗാനങ്ങളിലും റഫിയുടെ സ്വരസാന്നിധ്യമുണ്ടായിരുന്നു. ഗാനരചന DN മധോക്, സംഗീതം നൌഷാദ്, കൂടെ പാടുന്നത് ശ്യാം. मेरी माँ ये ना समझे छोरी का दिल 100 पल खाए, मेरी माँ ये ना समझे छोरी का दिल 100 पल खाए. तुम भी सच्चे मैं भी सच्ची बादल घिर घिर आए, मेरी माँ ये ना समझे छोरी का दिल 100 पल खाए. സംഘഗാനത്തിലും സമൂഹഗാനത്തിലും സാന്നിധ്യം കുറിച്ച ആ ശബ്ദം ഒറ്റയ്ക്ക് ഒരു സോളോയിൽ കേൾക്കാനാകുന്നത് 1945 റിലീസായ ഷർബത്തി ആംഖേ എന്ന ചിത്രത്തിലാണ്. നായകൻ ഈശ്വർലാലിന്റെ പിന്നണി ശബ്ദമായിരുന്നു ഈ ചിത്രത്തിൽ റഫിയുടേത്. സംഗീതം നൽകിയത് ഫിറോസ് നിസാമി. प्यार करना ही पड़ेगा एक दिन, प्यार करना ही पड़ेगा एक दिन, तुमको हंसना ही पड़ेगा, तुमको हंसना ही पड़ेगा एक दिन, प्यार करना ही पड़ेगा एक दिन, तुमको हंसना ही पड़ेगा एक दिन. പുതിയ ഗായകൻ എന്ന നിലയിൽ റഫി നേരിട്ട അവഗണനകൾക്ക് കണക്കില്ല. അമർ രാജ് എന്ന 1946 റിലീസായ ചിത്രത്തിലെ ഒരു പ്രശസ്ത യുഗ്മഗാനത്തിന്റെ ഗ്രാമഫോൺ റെക്കോർഡിൽ റഫിയുടെ പേര് അച്ചടിക്കാൻ പോലും കൂട്ടാക്കിയില്ല നിർമ്മാതാക്കൾ. എന്നാൽ കൂടെ പാടുന്ന മോഹൻ താര തൽപ്പടയുടെ പേര് അച്ചടിച്ചിട്ടുമുണ്ട് റെക്കോർഡിൽ. മോഹൻ താര തൽപ്പടെ ഇൻ ഡ്യുയറ്റ് എന്ന് അച്ചടിച്ച് നിർമ്മാതാക്കൾ റഫിയെ മനഃപൂർവ്വം തമസ്കരിച്ചു. എന്നാൽ പാട്ട് കേട്ടവരൊക്കെ ഏതാണീ ഗായകൻ എന്ന് താൽപര്യപൂർവ്വം ചോദിക്കുകയുമുണ്ടായി. ആ ഗാനം ഇതാണ്. मैं जब गाऊंगी सुहाना, मैं जब गाऊंगी सुहाना, गाए मेरे साथ जमाना, गाए मेरे साथ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പുകഴ്പെറ്റ ലതാ മങ്കേഷ്കർ ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയത് മുഹമ്മദ് റഫിയോടൊത്താണ്. चलो हो गई तैयार, चलो हो गई तैयार, 450ഓളം ഗാനങ്ങളുണ്ട് ഈ കൂട്ടുകെട്ടിന്. ഈ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത് ഷാദി സെ പേലെ എന്ന 47-ലെ സിനിമ മുതലാണ്. लंदन से
सैंडल मंगाऊं तुम्हें, फिर लाहौर की सड़कों पे खट 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 खट. ലത ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ ആലപിച്ചത് റഫിയോടൊത്താണെങ്കിൽ റഫി ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ ആലപിച്ചത് ആശാ ഭോസ്ലെയോട് കൂടെയാണ്. ഹിന്ദിയിൽ മാത്രം 800-ൽ പരം ഗാനങ്ങളിൽ ഇവർ ഒത്തുകൂടി. കുമാർ ജലാലാബാദി എഴുതി കൃഷ്ണദയാൽ സംഗീതം പകർന്ന 49-ലെ ലേഖ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇവരാദ്യമായി ഒന്നിക്കുന്ന ഗാനം. ആലാപന മാധുരിയിൽ ധന്യത നേടിയ എത്രയെത്ര ഗാനങ്ങൾ. ദർദേ ദിൽ ദർദേ ജിഗർ दिल में जगाया आपने, दर्द दिल दर्द जिगर दिल में जगाया आपने. पहले तो मैं शायर था, पहले तो मैं. പ്രണയവും വിരഹവും സന്തോഷവും സന്താപവും പ്രതീക്ഷയും നിരാശയും ഒക്കെയും അതത് ഭാവങ്ങളുടെ അതേ തീവ്രതയിൽ പിടിച്ചെടുത്ത് ആവിഷ്കരിക്കാൻ മുഹമ്മദ് റാഫി എന്നൊരു എല്ലാം തികഞ്ഞ ഗായക ശബ്ദം നമുക്കുണ്ടായിരുന്നു എന്ന് ഓരോ ഭാരതീയനും അഭിമാനപൂർവ്വം അനുസ്മരിക്കുന്നതിനിടെ നഷ്ടബോധം ഉണർത്തി മറ്റൊരു ജൂലൈ 31 കടന്നുവരും. അപ്പോൾ മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിൽ ഇങ്ങനെയൊരു ഗാനം ഉയർന്നുവരും. जाने वाले कभी नहीं आते. മരിച്ചുപോയവർ ഒരിക്കലും തിരിച്ചുവരികയില്ല. പക്ഷേ മരിച്ചുപോയ പുണ്യാത്മാക്കളുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞുവരും എന്നതാണ് ആ വരികളുടെ അർത്ഥം. जाने वाले कभी नहीं आते, जाने वाले की याद आती है. ഓർമ്മകൾ ഉണർത്തി ചിരിക്കുന്ന ആ മുഖവും പ്രസരിപ്പാർന്ന ആ ശബ്ദവും ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. तुम मुझे यूं भुला न पाओगे, हाँ तुम मुझे यूं भुला न पाओगे. जब कभी भी सुनोगे गीत मेरे, संग संग तुम भी गुनगुनाओगे. हाँ तुम मुझे यूं भुला न पाओगे, हो तुम मुझे यूं. റാഫി സ്മൃതിയിൽ അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കും. जब ख्यालों में मुझको लाओगे, हाँ तुम मुझे यूं भुला न पाओगे, हो तुम मुझे यूं. ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.